അപ്പോൾ ഇന്നത്തെ നമ്മളെ ട്രിപ്പ് എന്നുള്ള എങ്ങോട്ടാ റോബി? എങ്ങോട്ടാമേ? പിന്നെ നമ്മളെല്ലാവരും കൂടി മയത്ത് റിവൽസർ പോവാണ്, പോയിട്ട് നോക്കാം. അപ്പോൾ ഗൈസ്, ഇന്ന് നിങ്ങളെല്ലാവരെയും നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത് റിവാൾസറിലേക്കാണ്. ഇവിടുത്തെ ബുദ്ധജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാണ്. പോരാത്തതിന് ഇന്ന് ബുദ്ധപൂർണിമ കൂടിയാണ്. ഇപ്പോൾ ബുദ്ധമത ആചാരങ്ങളും മൊണസ്ട്രികളും കൂടാത്തതിന് നമ്മളുടെ ഫസ്റ്റത്തെ ഗിവ് അവേ കൂടി ഇന്ന് ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പം വീഡിയോ മൊത്തം കാണുക. ഹോപ്പ് യു വിൽ എൻജോയ്. ഗൈസ്, അങ്ങനെ നമ്മൾ റിവൽസർ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളെ റിവൽസറിലെ ബസ് സ്റ്റോപ്പ്. ഇവിടെ ഇങ്ങനെ ബാൻഡ് മേളം നടക്കുന്നുണ്ട് ഗൈസ്. ഇങ്ങനെ ബാൻഡ് മേളം നടത്തിയിട്ട് ഇവരിങ്ങനെ പിരിവ് നടത്തും. ഇതാണ് പരിപാടി. അപ്പോൾ ഇതാണ് നമ്മളുടെ ലേക്കിലേക്കുള്ള എൻട്രൻസ് ഗൈസ്. ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ വലിയ ലേക്കാണ്. പിന്നെ കുറേ മൊണസ്ട്രിയും കാര്യങ്ങളൊക്കെ വേറെ കുറേ ഉണ്ട്. നമുക്ക് മെയിനായിട്ട് ലേക്ക് കാണാം. ഇവിടെ ഇങ്ങനെ ഹിമാചൽ ടൂറിസത്തിൻ്റെ ഇരിപ്പിടമുണ്ട്. അങ്ങോട്ടേക്കൊരു വഴി, ഇങ്ങോട്ടേക്കൊരു വഴി. ഫുള്ളിങ്ങനെ എന്താ പറയുക, നമ്മളുടെ ലേക്ക് ഇങ്ങനെ ചുറ്റി കാണാം. അതാണ് മെയിൻ. സോ ഇതാണ് നമ്മളുടെ മെയിനായിട്ടുള്ള ലേക്ക്. നമുക്കതിൻ്റെ മുകളിലൊരു ബുദ്ധനൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഗൈസ്. അവിടെയൊക്കെ പോകണം. അപ്പം ഇനി ഗൈസ് നമ്മളൊരു മൊണസ്ട്രിയിലേക്ക് പോവുകയാണ്. ഈ സാധനങ്ങളാക്കിയാൽ എന്തോ ഭാഗ്യം കിട്ടുന്നു, അങ്ങനെ എന്തോ അല്ലേ? എല്ലാം ഇങ്ങനെ കറക്കിയാൽ ഗൈസ് നിങ്ങൾക്കുള്ള ഭാഗ്യത്തിന് വേണ്ടി ഞാൻ കറക്കുന്നുണ്ട്. സാധനമൊക്കെ ആദ്യം കറങ്ങുന്നുണ്ട്. റാബിക്കുട്ടനൊക്കെ പെരും കറക്കല. കറങ്ങട്ടെ ഇനി. അപ്പം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ഒരു കറക്കം. കറങ്ങി തീരുന്നില്ലല്ലോ. വലുത് ഇറങ്ങും. ഇങ്ങക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് വലിയ സാധനം കറക്കിത്തരാം. ഇനി എങ്ങോട്ടേക്കും ഫുള്ള് മൊണസ്ട്രിയാണ് ഗൈസ്. ഇതാണ് ഇവിടുത്തെ മെയിൻ എന്തോ സംഭവമൊക്കെ ഗൈസ്. അപ്പം ഇന്ന് ബുദ്ധപൂർണിമയാണ്. അതിൻ്റെ ജാതിയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഭയങ്കരമായിട്ട് എല്ലാവരും എന്തൊക്കെ പിടിച്ചൊക്കെ പോകുന്നുണ്ട്. വലിയ റാലിയാണ് ഗൈസ്. എല്ലാവരും നമ്മളങ്ങനെ എന്തൊക്കെയോ മാതിരി ഇങ്ങനെ നോക്കുന്നു. ഓരോ വിചാരം ഗൈസ്. ബുദ്ധൻ കുട്ടികളെ കണ്ടിട്ടുണ്ടോ ഗൈസ്? ഇതാണ് ബുദ്ധൻ കുട്ടികൾ. പിന്നെ ബുദ്ധൻ അമ്മച്ചിമാരുണ്ട്, അമ്മമാരുണ്ട്, എല്ലാവരും ഉണ്ട് ഗൈസ്. ഇങ്ങനെ എല്ലാവർക്കും പോകുന്ന വഴിക്ക് അവർ അനുഗ്രഹം കൊടുക്കും. റാബി, അനുഗ്രഹം വാങ്ങിച്ചോ? നമുക്ക് വേണോ അനുഗ്രഹം? എന്നാൽ പോയിച്ചോ, വാങ്ങിച്ചു തരി. ഒരു പട്ടിനെ പിടിച്ചു പോകണം. ഈ പട്ടിനെ ഞാൻ കണ്ടിനടാ ഗൈസ്. നമ്മളെ പണ്ടത്തെ വ്ളോഗിലുണ്ടായിരുന്ന പട്ടി ഗൈസ്. ഇതൊരു പാർക്കാണ് ഗൈസ്. പാർക്ക് ഗൈസ്. നമ്മളെ മെയിൻ പരിപാടിയിലേക്കാണ്. ഇന്ന് ബുദ്ധപൂർണിമൻ്റെ സെറ്റ് സ്ഥലമാണ്. ഇവിടുന്ന് എന്തൊക്കെയോ പ്രസംഗമൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരുതല മുടിക്കെട്ട് പോലെ എന്തൊക്കെയോ സാധനമൊക്കെ കൊണ്ടുപോയിട്ട് മുകളിലിടും. ബാക്കി ഇവിടെ മീറ്റിംഗ് ഗൈസ്. ഇവിടെ വെള്ളം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്കും പോയി നോക്കാം ഗൈസ്. അപ്പം നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കറക്കുന്ന സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ കറക്കിത്തരാം. ഇതാണ് ഏറ്റവും വലുത് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാം രക്ഷപ്പെടട്ടെ. അങ്ങനെ കറക്കി നമ്മളൊരു കറക്കമാവും. ഇതിനൊരു അന്ത്യമില്ലല്ലോ. ഒന്നെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകാം. അവിടുന്ന് കറക്കി കളിക്കാം. അപ്പോൾ ഗൈസ് നമ്മളും ഗ്ലാസും പിടിച്ചിട്ട് എന്തോ വെള്ളമൊക്കെ കുടിക്കാൻ നിൽക്കുകയാണ്. എന്തോ ഭാഗ്യശാലി എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളെ വ്ളോഗ് കാണുന്ന പോലെ ഭാഗ്യശാലികളാണെന്നാണ്. അങ്ങനെ ഗൈസ് നമുക്കും കിട്ടി വെള്ളം. എങ്ങനെ എന്തൊക്കെ സമ്മാനമൊക്കെ കൊടുത്തിട്ട് എല്ലാവരും കൈയണിച്ച് ഗൈസ്. അടുത്തതായി നംകിൻ ചായ്. ഇതാണ് നംകിൻ ചായ്. അങ്ങനെ നമുക്ക് മിഠാ ചായ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെ എത്രയോ വെള്ളം കുടിച്ച് പള്ളാർന്ന്. അങ്ങനെ അടുത്ത ചായ ചൂടത്ത് ചൂട് ചായ കുടിക്കുന്ന ഫൈസിക്ക ரொம்ப ഏമാതിരിക്കും. उन्होंने कहा भविष्य में तुम्हारा वो एक गुरु बन के, एक टीचर बन के, एक मास्टर बन के तुम्हारे बनाने के लिए ഗൈസ്. അങ്ങനെ നമുക്ക് പായസം കിട്ടി. ഇത് കഴിഞ്ഞ അടുത്ത് ചോറാണ് ഗൈസ്. ചോറും കൂടി കഴിച്ചിട്ട് പോകാനാണ് അവർ പറയുന്നത്. നോക്കാം ഗൈസ്. ഒരു പായസം കഴിഞ്ഞപ്പോൾ അടുത്ത പായസം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ
പ്രസംഗം കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ദീപത്തിലുള്ള വലിയ വലിയ നെയ്യിൻ്റെ കട്ടകളാണ് ഗൈസ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് നിറച്ച്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, നിറച്ച് ഇങ്ങനെ കൊടിതോരണങ്ങൾ കെട്ടി വെക്കും. ഇവിടെ നോക്കിയിട്ട് ചോറൊന്നും കാണാൻ കഴിയുന്നില്ല ഗൈസ്. അപ്പം നൈസായിട്ട് നമുക്ക് സ്കൂട്ടാവാം. ഉള്ള ആൾക്കാരൊക്കെ നോക്കൂ ഗൈസ്, ഒരു നേപ്പാളി ലുക്ക് ഉണ്ടാവും. ഇതാണ് ഇവിടുത്തെ വലിയൊരു മണി അടിക്കേണ്ടവർക്ക് വരാം. പിന്നെ ഗൈസ് ഈ അപ്പാപ്പനെ ഇങ്ങനെ കറക്കുന്നത് കാണുന്നുണ്ടാവും, നിങ്ങളുടെ പ്രാർത്ഥനയാണ്. അങ്ങനെ ഗൈസ് നമുക്ക് ഇവിടുന്ന് പോവാം. ഗൈസ് അടുത്ത നമ്മളുടെ ഡെസ്റ്റിനേഷനാണ് ബുദ്ധപ്രതിമ, വലിയൊരു പ്രതിമ. ഗൈസ് ഇതാണ് നമ്മളുടെ റിവൽസർ ലേക്ക്. ഫുൾ വ്യൂ കുറച്ചുകൂടി മുകളിലെത്തുമ്പോൾ കിട്ടും ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത വലിയൊരു മൊണസ്ട്രിയിൽ എത്തിയിരിക്കുകയാണ്. ഇതിനുള്ളിലാണ് ബുദ്ധപ്രതിമ ഒക്കെ. 18-ാം പടിയൊക്കെ ഉണ്ട് ഗൈസ്. എല്ലായിടത്തും മതസൗഹാർദ്ദമാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി ബുദ്ധൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഉള്ളിൽ കയറാം, അതിന് മുമ്പ് ചുറ്റും നോക്കാം. കുറേ നേപ്പാളി കുട്ടീസൊക്കെ ഉണ്ട്. കുട്ടിമണിയേ എൻ ഗൈസ്. അങ്ങനെ നമ്മൾ ബുദ്ധൻ്റെ ഉച്ചിമണ്ടയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ മൊത്തം റിവൽസർ കാണാം. ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് റിവൽസർ ഗൈസ്. നടുവിലൊരു ലേക്കും ചുറ്റും ആശ്രമം, മൊണസ്ട്രി, പിന്നെ ഗുരുദ്വാര എല്ലാം ഉണ്ട് ഗൈസ്. പിന്നെ കുറേ നേപ്പാളി കുട്ടീസ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ വളക്കാം. കണ്ടോ, നമ്മളെ കണ്ടപ്പോൾ തന്നെ നമ്മൾ നോക്കുന്നത്. എന്ത് ചെയ്യാനാ, സൗന്ദര്യം വെച്ചിട്ട് കൂടി, അതാണ് എൻ്റെ ശാപം. അവിടെ നിന്നൊരു കപ്പിൾസ് അവിടെ നിന്നൊക്കെ നൈസ് പോസ് ഇട്ട് കിടക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് ഇങ്ങനെ പ്രാർത്ഥനാ റൂം. ബാക്കി ഇവിടെ വീണ്ടും വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. സോ ഗൈസ് മൊത്തം റിവൽസർ കണ്ടോളി. ചുറ്റുമുള്ള ആംഗിൾ നോക്കണം ഗൈസ്. അങ്ങനെ അമ്മ പോയിട്ടൊരു വിളക്കൊക്കെ കത്തിക്കാൻ പോവാണ്. അങ്ങനെ വിളക്ക് നമുക്ക് വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉദ്ദേശ കാര്യസാകരണത്തിന് വേണ്ടിയിട്ട് കത്തിക്കാം. കുട്ടൻ്റെ കല്യാണമാണോ ആലോചിച്ചേ? കുട്ടൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ടോ? നമുക്കൊരു കാര്യമില്ല. ഓ, നമുക്കൊരു പെണ്ണ് കിട്ടിയാൽ കൊള്ളാറുണ്ട് ഇല്ലേ റാബി? വലുതൊന്ന് കത്തിക്കാം. വലുതൊന്ന് കത്തിച്ചാൽ കിട്ടുമോ? എടാ ഗൈസ്, ഇവിടെ പ്രാർത്ഥിക്കണേൽ ഇങ്ങനെ ക്ലോക്ക് വൈസ് നടക്കണം എന്നൊക്കെ ഉണ്ട്. നമ്മളോടാണ് കളി, നമുക്ക് ബാക്കോട്ടോ വേണ്ടി. അതുകൊണ്ട് റിവേഴ്സ് ഗിയറിൽ ഇങ്ങനെ നടന്നായി ഗൈസ്. നമ്മളങ്ങനെ ബുദ്ധൻ്റെ മുകളിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. ഇയാളാണ് ഇതൊക്കെ താങ്ങി നിർത്തുന്നത്. കയറി പാടാ മക്കളെ, കയറി വാ മക്കളെ. ഗൈസ് നടന്ന് ഊപ്പാടിളകും. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ വാത്ത് എന്നാണ് വലിയ ആൾക്കാരൊക്കെ പറയുന്നത്. അങ്ങനെ ഗൈസ് നമ്മളിതിൻ്റെ ഉച്ചിയിലെത്തിയിരിക്കുകയാണ്. ഉച്ചി ഗൈസ് എവിടെയോ എത്തി. എന്താടാ മോനെ, വാടാ വേഗം വാടാ. ഓ ഗൈസ്, ഇതിൻ്റെ മുകളിൽ നോക്കിയാലും ഭയങ്കര വ്യൂ ആണ് ഗൈസ്. ഹോ കൊള്ളാം, പൊളി. റാബി ഫാൻസ്. റാബിയെ മറ്റേ ഐഡിയ ഗൈസ്, ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്. റാബിയെ, ദിസ് മാൻ ഈസ് എ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ. ദിസ് മാൻ ഈസ് എ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ. ഈ ടേക്ക് റാബി പറയടാ. he takes so many photos. मेरे पास कैमरा है, सब कुछ है. फोटो हाँ, राबी विल टेक. राबी गाइस, ये केरला फेमस फोटोग्राफर है. केरला फेमस फोटोग्राफर है. अच्छा फोटो खींचते हैं. बड़ा ये नारियल यूज करने के वजह से हो गया इतना ब्यूटीफुल. ये ब्लॉगर है, ये है ना. इस वाले बड़ा ब्लॉगर है यूट्यूब. हाय बोलो आप, हाय बोलो इनको.
हाय बेटा। बेटा नहीं है, बड़ा अंकल है। 35 years है। दो मैं 64 एज की हाँ। हूँ, तो ये अंकल कहाँ से हो? तो बच्चा है। बच्चा थोड़ी नहीं है। इनका 2 बेटी है, एक बेटी का शादी है अगला महीना। तो कुछ भी है, फिर भी मेरे बेटे के बराबर है ना, मेरी बेटी के बराबर। 30 years। बेटी नहीं है। He is younger to my younger sister, हाँ। who's going. बाय റോബി സബ് റോബി കാ ഫാൻ ഹോ ഗയാ. അപ്പം അടുത്തതായിട്ട് നിങ്ങൾ കാണുന്ന ഈ ഒരു മൊണസ്ട്രിയുടെ ഉൾഭാഗമാണ്. അപ്പം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല, ഭയങ്കര മനോഹരമാണ് കേട്ടോ. ഉള്ളിൽ ഫുള്ള് സ്വർണ്ണം പോലെ ഗോൾഡിൻ്റെ ഒരു സ്കീം പോലൊക്കെയാണ്. ഇന്നിവിടെ ബുദ്ധപൂർണിമ ആയതുകൊണ്ട് ഇവിടെ കുറേ ആൾക്കാർ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വേറൊരു രീതി തന്നെയാണ് ഇവർ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും നിന്ന് പ്രാർത്ഥിക്കാനും കിടന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ മെഡിറ്റേഷന് വേണ്ടി ഇരിക്കുന്നവർ കുറേ ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇവർ പ്രാർത്ഥിക്കുന്ന ഒരു രീതി. ഗൈസ്, ഇത് വേറൊരു വ്യൂ പോയിൻ്റ് ആണ്. ഇവിടുന്ന് ബുദ്ധൻ്റെ പ്രതിമ ഫുള്ളും ബാക്കി മൊത്തം ലേക്കും ടൗണും എല്ലാ കാര്യങ്ങളും കാണാം. അമ്മേ, റോബിക്ക് മഞ്ജു വേണമെന്ന്. റോബിക്ക് മഞ്ജു വേണമെന്ന്. നിനക്കല്ലേ വേണ്ടത്, നിന്റെ പേരിലാക്കി. ഗൈസ്, അമ്മ തൈ പൊക്കിയിരിക്കുകയാണ് ഗൈസ്. ബുദ്ധൻ്റെ മുന്നിൽ നിന്നാണ് തൈ പൊക്കിയത്. ബുദ്ധൻ പറയും എൻ്റെ ചെടി ആരെ കൊണ്ടുവന്നു ചോദിക്കും ബുദ്ധൻ. എന്താ റാബി? ഗൈസ്, റാബിയും അമ്മയും കൂടെ ചെടിയെല്ലാം പൂക്കുകയാണ്. ജിമ്മ് പോണതിൻ്റെ ഒരു ആരോഗ്യമുണ്ട് എനിക്ക്. വെള്ളമേ. ഗൈസ്, നമ്മളുടെ അടുത്ത സബ്സ്ക്രൈബർ മോനെ കുട്ടാ, നിക്ക് 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 നിക്ക്. കുത്തത്തില്ലടാ, കുത്താൻ നിനക്ക് കൊമ്പില്ല. ഓ, ആ പാവ കരുതാ, അത് വിട്ടാ ഒറ്റ ഓട്ടോ ഓടോ. 2 കരുതകൾ ഒരുമിച്ചിരിക്കല്ലോ, അപൂർവമായ കരിച്ച. ആ കുതിരയും പോയി എടുക്കും. കുതിര ഗൈസ്, നമ്മളിനി കുതിര കച്ചവടത്തിനാണ് പോണത്. വൈറ്റ് വാलों कितना है? 50,000 में मिलते कोई? मिलते? ये इसको कितना होगा? ഗൈസ്, ഈ ഡോങ്കി എന്തിനാന്ന് വെച്ചാൽ കച്ചറ ഉണ്ടാക്കാനാണ്. അടുത്തതായിട്ട് നമ്മൾ കുതിരനെയാണ് പിടിക്കാൻ പോകുന്നത്. വൈൽഡ് ലൈഫ് കൺട്രോൾ ബൈ ഡോക്ടർ മുഹമ്മദ്. അതിപ്പോ ഓടടാ, നല്ല ഓട്ടാ. ഗൈസ്, അങ്ങനെ ഫുഡിൻ്റെ ടൈമായപ്പോൾ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. പക്ഷേ ഗൈസ്, ടൈമില്ല ഗൈസ്, ഇരിക്കാൻ സ്ഥലമില്ല ഗൈസ്. ചോറും പിന്നെ ഒരു പാക്കറ്റ് എന്തൊക്കെ കൊടുക്കുന്നുണ്ട്. നൈസായിട്ട് നമുക്ക് കിട്ടുമോ നോക്കാം. ഗൈസ്, നമുക്കങ്ങനെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുകയാണ്. രാവി അല്ലടാ, ലാഭം തന്നെ ഒന്ന് വന്ന്. ഗൈസ്, അങ്ങനെ പ്ലേറ്റും വെള്ളമൊക്കെ ആയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇരിക്കാനൊരു സ്ഥലം കിട്ടിയില്ലെങ്കിൽ ഗൈസ് നമുക്ക് കഴിക്കായിരുന്നു. അമ്മ ഫുൾ പവർ ഓൺ. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡിന് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട്. റാബിക്കുട്ടൻ ഗൈസ് വീണ്ടും ചോറ് തീർന്നു. റാബിക്കൊന്നൊരു ഭാഗ്യം. ഗൈസ്, അപ്പൂപ്പൻ അവിടെ ചോറ് തരാൻ കൺഫ്യൂസ് ആയി. റാബി എങ്ങോട്ട് വിളിക്കടാ, ചോറ് ഇവിടെ വേണ്ടെന്ന് പറ. ബാബാ ആജാ 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 ആജാ. ഗൈസ്, അവസാനം ചോറ് കിട്ടിയിരിക്കുന്നു. ഓ, കറക്റ്റ് വെള്ളത്തിപ്പോൾ തീർന്ന് വീണ്ടും നമ്മൾ പെട്ടിരിക്കുകയാണ് ഗൈസ്. റാബി തട്ടി ഗൈസ്. അവസാനം വീണ്ടും ചോറ് വന്നിരിക്കുകയാണ് ഗൈസ്. യെസ്, സക്സസ്, മിഷൻ പാസ്ഡ്. ഇനി ബിസ്ക്കറ്റ് വരുന്നുണ്ട് ഗൈസ്. കിട്ടുന്നങ്ങ് മാറി കഴിച്ചോളണം. ആ, ഒരു മുട്ടായി എക്ലെയർ കിട്ടിയടാ. ബട്ടർ ഡെലിഷ്യസ്. ഇത് നല്ല മുട്ടായ കോലുമുട്ടായി. ഗൈസ്, അങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ്. ഒരു ചേപ്പ് പൊടി ഗൈസ്. അങ്ങനെ അടുത്തതായിട്ട് രാജ്മ വന്നു ഗൈസ്. ഭയ്യ एक और डाल दो थोड़ा. റാബി കിട്ടില്ല. ഞാൻ മനഃപൂർവ്വം ചോദിച്ചടാ, നിനക്ക് കിട്ടാതിരിക്കാം. എടാ റാബി, നോ ചീറ്റിംഗ് എടാ. ഗൈസ്, അങ്ങനെ കറി കൊണ്ടുവന്നു. ഇവിടെ എത്തിയപ്പോൾ തീർന്നു. വീണ്ടും നമ്മൾ മൂഞ്ചി ഗൈസ്. മൂഞ്ചാനുള്ളൊരു വിധി മാത്രം. റാബിക്ക് ഇച്ചിരി ചോറ്. ഇടാ ഗൈസ്. അങ്ങനെ പുതിയൊരു കറി വരുന്നുണ്ട്. തോടാ സോർ ഡാൽ ദോ, തോടാ സാ. ഉണ്ടോ? കിട്ടിയടാ, എനിക്ക് കിട്ടി. हाँ, इनको नहीं चाहिए, इनको मत दे दो.
അപ്പോൾ ഇതാണ് ആ ഫുഡ് കൊടുക്കുന്നതിൻ്റെ അടുത്തുള്ള ഒരു മൊണസ്ട്രി. അമ്മാടെ പോയി പ്രാർത്ഥിച്ച്, നമ്മളും പോയി പ്രാർത്ഥിച്ച്. കാരണം പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വീണ്ടും പ്രസാദമായിട്ട് ഫ്രൂട്ടിയും ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ കിട്ടും. അങ്ങനെ അതൊക്കെ വാങ്ങി നേരെ റാബിൻ്റെ അടുത്ത് വന്ന് റോബി വീണ്ടും മുട്ടായി അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. അയ്യോ തരത്തില്ല, ഉള്ളിൽ പോ. റോബി പ്രസാദം വാങ്ങാൻ പോവാണ്. പാവം പ്രസാദം കിട്ടാൻ. റോബിക്കും കിട്ടി ഗൈസ്, റോബിക്ക് കിട്ടി, ഗോൾ അടിച്ചു. റോബി മുട്ടായി കിട്ടിയോ? ഗൈസ് റാബി അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചത് എനിക്ക് പെറുക്ക് കിട്ടണം. പ്രാർത്ഥന ഫലിച്ചു ഗൈസ്. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് സ്ലൈസ് കിട്ടി. ഗൈസ് ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കുന്ന മോൺസ്റ്റർ കളിക്കടാ ഡാൻസ്. ഗൈസ് ഇവിടെ ഡാൻസ് തുടങ്ങി ഗൈസ്. റാബി കളിക്കടാ, 2 കേരള സ്റ്റെപ്പ് ഇട്. ഗൈസ് റാബി ഇന്നത്തെ കളക്ഷനുമായിട്ട് പോകുന്നു. റാബി കാണിക്കടാ എന്തൊക്കെ ഉള്ളത്. വാട്ട് ഈസ് ഇൻ റാബീസ് ബാഗ്? ലാഭം തന്നെ. ഗൈസ് ഇനി നമ്മൾ സൂവിലാണ് പോകാൻ പോകുന്നത്. കരടികളും മാനുകളും റാബികളുമുള്ള വൈൽഡ് സൂ ഗൈസ്. കമോൺ ഗൈസ്. അടുത്തതായിട്ട് നമ്മളൊരു സബ്സ്ക്രൈബർ മാനെ നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. മോനെ മാനല്ല തേനല്ല പൊന്നു കിടാവേ ചുക്കുടു. ഗൈസ് അടുത്തതായിട്ട് ഗിവ് അവേ, കരടി ഗിവ് അവേ. ആരും നടത്താത്ത ഗിവ് അവേ. ഈ ഒരു വമ്പൻ കരടിയെ നിങ്ങൾക്ക് കിട്ടാൻ റോബി എന്തൊക്കെ ചെയ്യണ്ടേ? എന്നെ ഫോളോ ചെയ്യുക, പിന്നെ ഫോളോ ചെയ്യുക, 5 ഫ്രണ്ട്സിന് മെൻഷൻ ചെയ്യുക. ഓക്കെ ഗൈസ്. മോനെ പോകാൻ റെഡിയാണോ? പറ. നീ എന്നെ സബ്സ്ക്രൈബ് ചെയ്തോടാ പൊന്നെ. ഗൈസ് വമ്പൻ കരടി ഗൈസ്, തുപ്പൽ തെറിപ്പിക്കുന്ന കരടി ഗൈസ്. ഗൈസ് ഗൈസ് ഹൈഫൈ തരുന്ന കരടിയാണ് ഗൈസ്. കരടി നഖം കണ്ടിട്ടുണ്ടോ ഗൈസ്? ഗൈസ് ഇന്ന് നമ്മൾ വേറിട്ടൊരു ചലഞ്ചാണ് ചെയ്യുന്നത്. കരടിയെ ഇക്കിളിയാക്കുക. ഇക്കിളിയാക്കി കരടിയെ ചിരിപ്പിക്കുക. ചിരിക്കടാ ചുച്ചുടുപ്പിടു പപ്പടുപുളപ്പെടു ഇക്കിളിയാവടാ പൊന്നെ. ചിരിക്ക് പൊന്നെ. 100 ആൾക്കാർ ദിവസം വീഡിയോ കാണുന്ന. ഒന്ന് ചിരിക്കടാ, നല്ല കുട്ടിയല്ലേ? ലല്ലു മുട്ടായി വാങ്ങിത്തരടാ. ലവ് യുടാ ഈ കുട്ടൻ. മോനെ ഗൈസ് കരടിനെ നമ്മൾ തീറ്റിപ്പിക്കുകയാണ്. കരടിക്ക് വേണ്ട, കരടിക്ക് മനുഷ്യന് വേണ്ടി. കരടി മനുഷ്യനെ തിന്നൂലടാ. നോൺ വെജ് അല്ല, വെജാ. ആ കടറ എത്ര പല്ലുണ്ട് നോക്കട്ടെ. ഈ BDS കഴിഞ്ഞവർക്ക് വേണ്ടി പല്ല് നക്കുന്നു. ഗൈസ് ഇനി നമ്മൾ അടുത്തത് പോകുന്നത് കോഴികളെ കാണാനാണ്. വെല്ലും കോഴികളുടെ മൂത്താപ്പ എന്താ വരുന്നത് ഗൈസ്. ബാക്കി കൊളക്കോഴിയുണ്ട്, കാട്ടുകോഴിയുണ്ട്. ഞാൻ കോഴിയില്ലടാ, ഐ ആം ഡീസൻറ്റ്. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ നടന്നു നേരത്തെ. പെണ്ണുങ്ങൾ എൻ്റെ പേര് നടന്നെന്ന് പറ. ഇതിലുള്ള കിളികളൊക്കെ മുട്ടിടാൻ പോയതാണ് ഗൈസ്. അപ്പം ഇനി കായലിനരികിലൂടെ നമ്മൾ നടക്കുകയാണ് ഗൈസ്. ഷോപ്പിംഗ് ആണ്. ഓ റാബിൻ്റെ മുട്ടായി സ്നേഹം. കായലിനരികെ കുതിച്ച് പൊങ്ങും ഗൈസ്. നമ്മളെ വീഡിയോക്ക് 5K വ്യൂസ് ആണെങ്കിൽ ഇവിടുന്ന് ഗിവ് അവേ ഉണ്ടാവുന്നതാണ് ഗൈസ്. സോ മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് വന്നതാണ്. നമ്മൾ വാങ്ങിയ സാധനമാണിത്. നമ്മുടെ മാലകളുണ്ട്, മാല, വള. ഓ ചെയ്യേ സോക്കാനോ ആണോ 100 रुपये? ऐसे वाला 100 रुपये का होगा, थोड़ा छोटा वाला इसे कलर में. ഗൈസ് അടുത്തതായിട്ട് നമ്മൾ വിളക്കാണ് വാങ്ങാൻ പോണേ. വിളക്ക് ഇത് 1800. ഇത് 1800-ൻ്റെ വിളക്ക്. ഇത് 1350-ൻ്റെ വിളക്ക്. ഗൈസ് ഫിഷറി ഉണ്ട് ഗൈസ്, ഫിഷറി കാറ്റ് വരും. जितने भी सब महंगे होंगे क्योंकि हाथ से बनाया हुआ है. हाथ का बना हुआ महंगा होगा, मशीन का बना हुआ सस्ता होगा. ഇവർ പറയുന്നത് കൈ കൊണ്ട് ഉണ്ടാക്കിയതിന് വില കൂടുതലാണെന്നാണ്. കൈ കൊണ്ടല്ല, പിന്നെ കാലുകൊണ്ട് ഉണ്ടാക്കാം. ചിക്കൻ നോ സാന ये सांड डाल दो. വില കുറച്ചുണ്ട്. ഗൈസ് വീണ്ടും നമ്മൾ വെള്ളത്തിൻ്റെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. വെള്ളം നിറച്ച് വെള്ളം കുടിക്കാം. ബാബി എത്ര എണ്ണടാ? ഞാൻ ഒരു 5-6 എണ്ണം കുടിക്കും. 5-6 എണ്ണം മിനിമം കുടി ഗൈസ്. അവനെ നമ്മൾ 4 ഗ്ലാസ് കുടിച്ചിരിക്കുകയാണ്. റോബി
റോബി 3 ക്ലാസ് ആയിട്ടുള്ളൂ. നോ ഇമ്പ്രൂവ്മെൻറ്റ്. ആ വേസ്റ്റ് പെടട്ടാ. നന്മയുള്ള റിവാൾസർ ആവട്ടെ. മാതൃകയാണോ? ആ ഈ കറക്കുന്ന സാധനങ്ങൾ ചോദിച്ചാലോ? ये क्या है? ये सर काप फल क्या? काप फल कफ? और वो साल के 10-15 दिन आता है भूखना अच्छा. पीछे से मार्केट में आता है फिर हम ഗൈസ് ഇതാണ് ഇവിടുത്തെ ലോക്കൽ ഫ്രൂട്ട്. ये रिवर देर दिख जाता है एकदम नहीं आते അച്ഛാ ഗൈസ് ഇതാണ് മീൻകുളം. ഗൈസ് മീൻകുളം മീമികൾ മുഷി ആഫ്രിക്കൻ മുഷി കാണുന്നുണ്ട് ഗൈസ് ഒരു താറാവും കൂട്ടമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. താറാവുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. ഗൈസ് ഇതാണ് നമുക്ക് ഫോട്ടോഗ്രാഫി എടുക്കാനുള്ള ഒരു സ്പേസ്. ഇവരുടെ ഫ്ലാഗാണ്, നിറച്ച് ഫ്ലാഗാണ് ഗൈസ്, ഇവിടുന്ന് ആറ്റം വരെ സീന് വൈബ്. സോ ഗൈസ് ഇതോടുകൂടി നമ്മളുടെ റിവാൾസർ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. റോബി ബൈ പറയടാ. സോ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വ്ളോഗ്. അണ്ടിൽ ദെൻ ബൈ. അങ്ങനെ തിരിച്ച് പോരാൻ നോക്കുമ്പോൾ വലിയ വലിയ പാറ കെട്ടിട്ട് റോഡ് ബ്ലോക്ക് ആയിരുന്നു. പോരാത്തതിന് മേലെ നിന്ന് വലിയ വലിയ പാറകൾ വെക്കുന്നു. അപ്പം ഇനി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. സീ യു.